ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആസ് വെൽ ആസ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ആസ് വെൽ ആസിനോട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ, ഒരു ഷുവർ ക്വസ്റ്റ്യൻ്റെ ലിസ്റ്റിലുള്ളതാണ്. ചില ആളുകൾക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇന്നത്തെ ലെസണിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറയാറില്ലേ, അവൾ പാടുക മാത്രമല്ല ഡാൻസും ചെയ്യും. അവൻ ഹിസ്റ്ററി കൂടാതെ മാത്സിനും ട്യൂഷന് പോകുന്നുണ്ട്. എനിക്ക് ചോക്ലേറ്റ് പോലെ തന്നെ ഐസ്ക്രീമും ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ കൂടാതെ, അതുപോലെ തന്നെ, അതിനു പുറമേ, അതുമാത്രമല്ല എന്നൊക്കെ പറയില്ലേ. അത്തരം പ്രയോഗങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് നമ്മൾ ആസ് വെൽ ആസ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഐ നോ ഹിന്ദി ആസ് വെൽ ആസ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് കൂടാതെ ഹിന്ദിയും അറിയാം എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷ് കൂടാതെ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ആളുകൾക്ക്, ഞാൻ പറയുന്നത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാം എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന്. അപ്പോൾ ഞാനൊരു പുതിയ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്, എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഹിന്ദിയും അറിയാം എന്ന്. അവിടെ നമ്മൾ ആസ് വെൽ ആസ് ഉപയോഗിച്ചു. ഹിന്ദി അറിയാം എന്നതാണ് ആദ്യം പറയുന്നത്. ഐ നോ ഹിന്ദി ആസ് വെൽ ആസ് ഇംഗ്ലീഷ്. അപ്പോൾ ഐ നോ ഹിന്ദി, എനിക്ക് ഹിന്ദി അറിയാം എന്ന കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ്. അതാണ് പുതിയ ഒരു ഇൻഫർമേഷൻ. അവിടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മറ്റതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം അത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിന് പുറമേ ഹിന്ദിയും അറിയാം എന്നാണ് പറയുന്നത്. എനിക്ക് ഐസ്ക്രീമിന് പുറമേ ചോക്ലേറ്റും ഇഷ്ടമാണ്. ചോക്ലേറ്റും ഇഷ്ടമാണ് എന്നതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഐസ്ക്രീം ഇഷ്ടമാണ്, അത് മറ്റുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതുപോലെ തന്നെ ചോക്ലേറ്റ്സും ഇഷ്ടമാണ്. ഐ ലൈക്ക് ചോക്ലേറ്റ് ആസ് വെൽ ആസ് ഐസ്ക്രീം. ആസ് വെൽ ആസ് ഐസ്ക്രീം എന്നതിനെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആസ് വെൽ ആസിൻ്റെ കൂടെയുള്ള ആ വാക്കിനല്ല ഇമ്പോർട്ടൻസ്, ഐ ലൈക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നതിനാണ്. ഹീ ഈസ് സ്റ്റഡിയിങ് ബയോളജി ആസ് വെൽ ആസ് ഹിസ്റ്ററി. അവൻ ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ തന്നെ ബയോളജിയും പഠിക്കുന്നുണ്ട്. ഹീ സ്റ്റഡിയിങ് ബയോളജി എന്നതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ദ ഷോപ്പ് സോൾഡ് ബുക്സ് ആസ് വെൽ ആസ് ന്യൂസ് പേപ്പേഴ്സ്. ആ ഷോപ്പ് ന്യൂസ് പേപ്പർ കൂടാതെ ബുക്സും വിറ്റു. അപ്പോൾ ന്യൂസ് പേപ്പറിനല്ല, ബുക്സ് വിറ്റു എന്നതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഐ ലൈക്ക് എഗ്സ് ആസ് വെൽ ആസ് വൈൻ. എനിക്ക് വൈനെ ഇഷ്ടം ആണ്, അതുപോലെ തന്നെ വൈനെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഞാൻ എഗ്സിനെയും ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് ചോക്ലേറ്റ് ആസ് വെൽ ആസ് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ചോക്ലേറ്റും ഐസ്ക്രീമും ഇഷ്ടമാണെന്ന് തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഐ ലൈക്ക് ചോക്ലേറ്റ് ആൻഡ് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പോരെ എന്ന് പല ആളുകൾക്കും ഒരു സംശയം തോന്നുന്നുണ്ടാവും അല്ലേ. പക്ഷേ അങ്ങനെയല്ല. ആൻഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും ഇഷ്ടമാണ് എന്നാണ്. രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ്, രണ്ടിനും ഒരേ സ്ട്രെസ്സാണ് നമ്മൾ കൊടുക്കുന്നത്, ഈക്വൽ ഇമ്പോർട്ടൻസ്. പക്ഷേ ഐ ലൈക്ക് ചോക്ലേറ്റ് ആസ് വെൽ ആസ് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഐസ്ക്രീമിനല്ല ഇമ്പോർട്ടൻസ്, ചോക്ലേറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ജോ ആസ് വെൽ ആസ് സൈമൺ ഈസ് എ ഫാൻ ഓഫ് ക്രിക്കറ്റ്. സൈമണെ പോലെ തന്നെ ജോ ക്രിക്കറ്റിൻ്റെ ഒരു ഫാനാണ്. ഇവിടെ നമ്മൾ ജോയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. ജോ ഈസ് എ ഫാൻ ഓഫ് ക്രിക്കറ്റ്, അതുപോലെ സൈമണും ഹീസ് എ ഫാൻ ഓഫ് ക്രിക്കറ്റ്. പക്ഷേ ജോ ആസ് വെൽ ആസ് സൈമൺ ഈസ് എ ഫാൻ ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ സൈമൺ ഈസ് എ ഫാൻ ഓഫ് ക്രിക്കറ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ജോ ഈസ് എ ഫാൻ ഓഫ് ക്രിക്കറ്റ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഉപയോഗിക്കുമ്പോൾ ജോ ആൻഡ് സൈമൺ ആർ ക്രിക്കറ്റ് ഫാൻസ് എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ അങ്ങനെയല്ല. ആസ് വെൽ ആസ് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരാൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ മനസ്സിലാക്കി വെക്കുക. ആസ് വെൽ ആസ് ഉള്ള ആ ഒരു വാക്കിനോ ആ ഒരു ക്ലോസിനോ അല്ല ഇമ്പോർട്ടൻസ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഹീ ഹേർട്ട് ഹിസ് ആം ആസ് വെൽ ആസ് ബ്രേക്കിംഗ് ഹിസ് ലെഗ്. അവനൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഹേർട്ട് ഹിസ് ആം, അവൻ്റെ കൈക്ക് മുറിവേറ്റു, അതുപോലെ തന്നെ കാല് ഒടിയുകയും ചെയ്തു.
പക്ഷേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആസ് വെൽ ആസ് ബ്രേക്കിംഗ് ഹിസ് ലെഗ് എന്നാണ്. ആസ് വെൽ ആസ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രേക്കിംഗ് എന്നാണ്. ഹി ഹേർട്ട് ഹിസ് ആം എന്ന് പറയുമ്പോൾ കൈക്ക് മുറിവേറ്റു എന്നാണ്. പക്ഷേ ഹി ബ്രോക്ക് ഹിസ് ലെഗ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആസ് വെൽ ആസ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന വേർബ് ING ഫോമിലാണ് ഉപയോഗിക്കേണ്ടത്. അവൻ്റെ കാല് ഒടിയുക മാത്രമല്ല കൈക്കും മുറിവേറ്റു എന്നാണ് അതിനർത്ഥം. ആസ് വെൽ ആസ് ബ്രേക്കിംഗ് ഹിസ് ലെഗ് എന്നുള്ള ആ ഒരു ക്ലോസിനല്ല ഇമ്പോർട്ടൻസ്. മെയിൻ ക്ലോസായ ഹി ഹേർട്ട് ഹിസ് ആം എന്നുള്ള ആ ഒരു മെയിൻ ക്ലോസിനാണ് വേറൊരു സെൻറ്റൻസ്. ഷീ ഡ്രോസ് ആസ് വെൽ ആസ് ഡിസൈനിങ് ക്ലോത്ത്സ്. ക്ലോത്ത്സ് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിന് പുറമേ അവൾ വരയ്ക്കാറും ഉണ്ട്. അവൾ വരയ്ക്കുക എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. ഇവിടെ ശ്രദ്ധിക്കുക, ആസ് വെൽ ആസ് കഴിഞ്ഞിട്ട് ഡിസൈനിങ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഡിസൈൻസ് എന്നുള്ളതല്ല. ഡ്രോസ് എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഡിസൈൻസ് എന്നല്ല, ആസ് വെൽ ആസ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വെർബിൽ നമ്മൾ ING ഫോം ഉപയോഗിച്ചു. ഷീ ഡ്രോസ് ആസ് വെൽ ആസ് ഡിസൈനിങ് ക്ലോത്ത്സ്. ക്ലോത്ത്സ് ഡിസൈൻ ചെയ്യുന്നതിന് പുറമേ അവൾ വരയ്ക്കാറും ഉണ്ട്. ഒരു എക്സാമ്പിൾ കൂടി. ഹീ മേക്സ് കേക്ക്സ് ആസ് വെൽ ആസ് സെല്ലിങ് ദം. കേക്ക്സ് വിൽക്കുക മാത്രമല്ല ഉണ്ടാക്കാറും ഉണ്ട്. ഇനി ഇൻഫിനിറ്റീവ് എങ്ങനെയാണ് ആസ് വെൽ ആസിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്? ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ടു പ്ലസ് V1 ഫോം ഓഫ് ദി വേർബ്. ടു എന്നതിൻ്റെ കൂടെ ബേസ് ഫോം ഓഫ് ദ വേർബ്. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ കളിക്കുക, പ്ലേ, ഡാൻസ് ചെയ്യുക, റൺ ഓടുക, ഇതൊക്കെ ബേസ് ഫോംസ് ആണ്. ടു ഗോ, ടു റൺ, ടു പ്ലേ എന്നൊക്കെ പറയുന്നതാണ് ഇൻഫിനിറ്റീവ്. അങ്ങനെ ബേസ് ഫോംസ് ടുവിൻ്റെ ഒപ്പം യൂസ് ചെയ്യുമ്പോഴാണ് ഇൻഫിനിറ്റീവ് ആവുന്നത്. ഇൻഫിനിറ്റീവ് എങ്ങനെയാണ് ആസ് വെൽ ആസിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഐ ഹാവ് ടു ക്ലീൻ ദ ഫ്ലോർ ആസ് വെൽ ആസ് കുക്ക് ഫുഡ്. എനിക്ക് ഫുഡ് പാചകം ചെയ്യുന്നതിന് പുറമേ ഫ്ലോർ ഒക്കെ, നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കുകയും വേണം, ക്ലീൻ ആക്കുകയും വേണം. ഫ്ലോർ ക്ലീൻ ആക്കുക എന്നതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഐ ഹാവ് ടു ക്ലീൻ ദ ഫ്ലോർസ്. ടു ക്ലീൻ അവിടെ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആസ് വെൽ ആസ് കുക്ക് ഫുഡ് എന്നാണ്. അവിടെ ടു കുക്ക് എന്ന് പറയുന്നില്ല, കാരണം മെയിൻ ക്ലോസിൽ ടു ഉപയോഗിച്ചിട്ടുണ്ട്, ടു ക്ലീൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലോസിൽ ആസ് വെൽ ആസ് ഉള്ള ആ ക്ലോസിൽ അവിടെ ടു ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. ഐ ഹാവ് ടു ക്ലീൻ ദ ഫ്ലോർസ് ആസ് വെൽ ആസ് കുക്ക് ഫുഡ് എന്ന് മതി. ടു കുക്ക് എന്ന് ആവശ്യമില്ല. വേറൊരു സെൻറ്റൻസ്. ഐ നീഡ് ടു കോൾ മൈ ഫ്രണ്ട് ആസ് വെൽ ആസ് കളക്ട് മണി. എനിക്ക് പൈസ കളക്ട് ചെയ്യുന്നതിന് പുറമേ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കേണ്ടതുണ്ട്. ഐ നീഡ് ടു കോൾ, അവിടെ ടു കോൾ എന്ന ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ മെയിൻ ക്ലോസിൽ ഐ നീഡ് ടു കോൾ മൈ ഫ്രണ്ട് എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആസ് വെൽ ആസ് ഉള്ള ആ ഒരു ക്ലോസിൽ ടു ആവശ്യമില്ല. ടു കളക്ട് എന്നല്ല, കളക്ട് മണി എന്ന് മതി. അപ്പോൾ ഇൻഫിനിറ്റീവ് എങ്ങനെയാണ് ആസ് വെൽ ആസിൻ്റെ ഒപ്പം ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എക്സാംസിന് വരുന്ന ചില ക്വസ്റ്റ്യൻസ് നോക്കാം. റാണി ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ് ഡാഷ് വൺ എ പ്രൈസ്. അവളുടെ ഫ്രണ്ട്സ്, റാണിയുടെ ഫ്രണ്ട്സ് മാത്രമല്ല റാണിയും പ്രൈസ് വിൻ ചെയ്തു എന്നുള്ളതാണ്. പ്രൈസ് കിട്ടിയവർക്ക് എന്നാണ്. അപ്പോൾ റാണിയുടെ ഫ്രണ്ട്സിനും കിട്ടി, റാണിക്കും കിട്ടി. പക്ഷേ ഇവിടെ ഡാഷ്, അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. ആ ബ്ലാങ്ക് സ്പേസിൽ ഹാസ് വേണോ ഹാവ് വേണോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഹാസും ഹാവും ഉപയോഗിക്കേണ്ടത്, ഹാസ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ സബ്ജക്റ്റിനാണ്, ഹാവ് ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റിനാണ്. നമ്മുടെ ഈ സെൻറ്റൻസിൽ റാണി എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റാണ്, പിന്നെ ഹെർ ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റുമാണ്. അപ്പോൾ ഏത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്? റാണി എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റാണ്. റാണി അനുസരിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് അവിടെ ശരിയായ ആൻസർ ഹാസ് ആണ്. കാരണം റാണി എന്നതാണ് ഫസ്റ്റ് സബ്ജക്റ്റ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് വേർബ് വയ്ക്കുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് വേർബ് വയ്ക്കേണ്ടത്. അപ്പോൾ റാണി എന്നതനുസരിച്ചിട്ടാണ് വേർബ് വയ്ക്കേണ്ടത്.
ഹാസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് റാണീസ് ഫ്രണ്ട്സ് എന്നാണെന്ന് വിചാരിക്കുക. റാണീസ് ഫ്രണ്ട്സ് ആസ് വെൽ ആസ് റാണി ഡാഷ് വൺ എ പ്രൈസ് എന്നായിരുന്നെങ്കിലോ? റാണീസ് ഫ്രണ്ട്സ് അല്ലേ ഫസ്റ്റ് സബ്ജക്റ്റ്. റാണീസ് ഫ്രണ്ട്സ് അനുസരിച്ചിട്ടാണ് വേർബ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹാവ് വൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് ഓർമ്മിക്കുക. ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് വേർബ് ഉപയോഗിക്കേണ്ടത്. വേറൊരു എക്സാമ്പിൾ പറയാം. അജയ് ആസ് വെൽ ആസ് ഐ ഡാഷ് ലേണിംഗ് ഇംഗ്ലീഷ്. എന്നെ കൂടാതെ അജയും ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നാണ്. ഇവിടെ ബ്ലാങ്ക് സ്പേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസ് ആണോ ആർ ആണോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് അജയ് ആണ്. അപ്പോൾ അജയ് ആസ് വെൽ ആസ് ഐ ഈസ് ലേണിംഗ് എന്നാണ് വേണ്ടത്. ഈ ഐ എന്നതിന് ഐ ആണല്ലോ അവിടെ ആ ബ്ലാങ്ക് സ്പേസിൻ്റെ അടുത്ത് കിടക്കുന്നത്. അവിടെ ആം അല്ലേ യൂസ് ചെയ്യേണ്ടതെന്നാണ് സാധാരണ. അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് എപ്പോഴും കുട്ടികൾ മിസ്റ്റേക്സ് വരുത്തുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് വേർബ് ഉപയോഗിക്കുന്നത്. അജയ് അനുസരിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അജയ് ആസ് വെൽ ആസ് ഐ ഈസ് ലേണിംഗ് ഇംഗ്ലീഷ് എന്നാണ്. ഇപ്പോൾ ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.